ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. മാധവേട്ടൻ കയറിയിട്ട് അത് വേണോ നടരാജ? പിന്നെ തിരുവനന്തപുരത്തുനിന്ന് തീവണ്ടിയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് കേടുകൂടാതെ ഇവിടം വരെ എത്തി. ഇനിയിപ്പോ കടമ്പയ്ക്ക കൊണ്ട കല ഉടയ്ക്കണം. എവളുടെ കാലിന്റെ നീര് മാറി മാധവേട്ടാ. ചാട്ട നിമിഷ എവളിപ്പോ പറക്കും. പറക്കും. നല്ല കാറ്റ് വന്നാ ഇവള് പറക്കും. അത്രയ്ക്കുള്ള ശേഷിയല്ലേ ഉള്ളൂ. ഒരേ ഒരു പരീക്ഷണം. കുതിര വഴിയിൽ വീണാലോ? കാശ് വേണ്ട. എന്റെ എല്ലോടിഞ്ഞാലോ? എന്നാലും കാശ് വേണ്ട. ഒന്നും സംഭവിക്കില്ല മാധവേട്ടാ. ഒന്ന് കേറ്. നോക്കാം. താനും കേറ്. ഞാനോ? ചാവുന്നേ നമുക്ക് ഒന്നിച്ച് ചാവാടോ. വാ. ഓ, ഇനി കേറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു യജ്ഞമാണ്. പോരുത്. ഇനി പോട്ടെ. കുതിരേ പൂക്കുതിരേ പടക്കുതിരേ ടക്ക് 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 പാട്ട്. കുതിരയല്ല, ഞാനാ പാടിയത്. നീയും കുതിരയും തമ്മിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. ഭാർഗവൻ നമ്പ്യാരെ കൂടി തിരുവനന്തപുരത്തിന് കൊണ്ടുവരുന്നെങ്കിലേ സ്കൂളിന് സാങ്ഷൻ എളുപ്പം കിട്ടുമായിരുന്നു എന്നാണ് അങ്ങനെ പറയുന്നത്. കിട്ടിയത് തന്നെ. മാധവേട്ടൻ അറിഞ്ഞോ? 2-3 ദിവസം മുമ്പ് നമ്മുടെ കുമാരൻ വൈദ്യരെ 3-4 ആളുകൾ ചേർന്ന് പൊതിരെ തല്ലി. ശരിയാ. എന്നാലായാലും പിന്നെ ആരെയെങ്കിലും ചികിത്സിച്ച് കുഴപ്പത്തിലാക്കി കാണും. കേസ് അത് തന്നെ. വൈദ്യര് കൊടുത്ത ലേഹ്യം കഴിച്ച് ഒരു കുടുംബത്തിലെ 3 അംഗങ്ങള് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണത്രേ. मेरी सपनों की रानी कब आएगी तू, आइए रुत मत तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू. താനെന്താടോ എരുമയെ കണ്ടോട് കുതിര തിരിക്കുന്നത്? എരുമയല്ല, എരുമയുടെ കയറിന്റെ ഭരതലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി. അവിടെ നിക്കണ കാട്ടുകള. നമുക്ക് വേറെ വഴി പോവാം. ഒരു ദിവസം നിന്നെ കയ്യിൽ കിട്ടും. ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല. ആരാ മാതാടത്തിയത്? ഞാനേ ചാണവാരി ഉണ്ടാക്കിയ സ്വർണ്ണ ആ എംബോയ്ക്ക് കൊടുത്തത് അവന്റെ കുതിരയെ പണ്ടാറടക്കാൻ. ഇപ്പൊ അവൻ എന്നെ കാണുമ്പോട്. പോട്ടെ മാതാടത്തി, അവനും ജീവിച്ചു പോട്ടെന്നേ. നിങ്ങക്ക് കുട്ടികളും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ. ആഹാ, എന്നാ നീ എന്റെ പുറയിലേക്ക് പോരടാ, എന്റെ മോനായിട്ട്. എന്താ വേണമെങ്കിൽ വരാം. എന്റെ വായിലുള്ളത് കേൾക്കരുത്. പോടാർന്ന്. വെങ്കടേശ, എന്തോന്നാണ് ഈ കാണിക്കുന്നത്? அண்ணாச்சி இன்னைக்கு கண்டிப்பா வரும். நான் அம்மா கிட்ட പറഞ്ഞത് അതുപോലെ കറക്റ്റാ വந்தாச்சு. അയ്യോ, എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? அது கொய்த்தல்ல ஒரு அளவுக்கு முடிஞ்சாச்சு. ஆனா நம்ம கண்ணத்துல தண்ணி ரொம்ப கம்மி. தென்னை மரத்துல நம்ம போட்டாச்சு. நம்ம பூவம் போயில்லே, அந்த தலையில சோப்பு பூ இருக்கிற அதுல குறுக்கம் பிடிச்சாச்சு. ரொம்ப கஷ்டம். நம்ம தோட்டுங்கிற பாஸ்கரன் பசு நம்ம கண்ணத்துல வந்தாச்சு. நான் பசுவை தள்ளி பாஸ்கரன் என்ன தள்ள வந்தது நான் ஒரு கலைஞ்சி. நம்ம அதிகாரி மகள கல்யாணம் ரொம்ப கேமமாச்சு. நான் தான் போய் காய்கறி எல்லாம் நுடுக்கி கொடுத்தேன். ஆனா அந்த പയ്യൻ ഒറ്റ അടിക്കിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞാൽ നീ ശ്വാസം മുട്ടി ചത്തുപോകില്ലേ? ഇല്ല അണ്ണാജി. എന്നാ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ വരുമ്പോ നീ എന്ത് ചെയ്യായിരുന്നു? എങ്ങനെ പോയാ പണികൾക്ക് വിശേഷങ്ങൾ പറയാൻ നീ സമയമുണ്ടല്ലോ. ஆனால் இந்த பையன் சரி அண்ணாச்சி, இந்தாங்க சாதிங்க. ചോദിക്കാൻ പോയതായി അബദ്ധായ. മോളെ, എന്താച്ചാ എത്രയും വൈകിയേ? സ്കൂൾക്കാരും ശരിയായോ? എല്ലാ വാതിലുകളും ശക്തിയായി തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? നീ എന്താ പറഞ്ഞത്? ഇന്ന് ഉറപ്പായിട്ട് എത്തും ഞാൻ പറഞ്ഞില്ലേ? ഞാനാ അത് പറഞ്ഞു. ഞാനാ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. വെങ്കടേശൻ ഇത് തന്നെ പറഞ്ഞു. ഈ ഒരു വാചകം എല്ലാരും കാണാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊരു ചായ ആരായിരുന്നത്? ചായ എപ്പോ എടുത്തിട്ട് വരാം. എന്താ അത്? പൂതപ്പാട്ട് എവിടെ? പൂതപ്പാട്ടോ? ഈശ്വര, ഇത്തവണയും മറന്നോ? ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. മോളെ, NBS-ലും DC-ലും കറണ്ടിലും ഒക്കെ അന്വേഷിച്ചു. ഒരിടത്തും കിട്ടാനില്ല. ഭയങ്കര ഡിമാൻഡാ പുസ്തകത്തിന്. നുണ പറയണ്ട അച്ഛാ. നുണയല്ല,
അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ മറ്റുള്ളവരുടെ കവിത? മോള് തന്നെ ഒന്നാം തരട്ട് കവിത എഴുതുമല്ലോ. എനിക്ക് കേക്കണ്ട. ഞാൻ മറന്നുപോയതാ മോളെ, സോറി. അയ്യോ, മാറിപ്പോ മാറിപ്പോ. ഇവറ്റകളെ കൊണ്ട് വളി നടക്ക മുടിയാതായി. കൊല്ലുന്നപ്പോ തുടരുത് വെങ്കടേശ, തന്നോടാ പറഞ്ഞ എന്റെ പ്രാവുകളെ തുടരുതെന്ന്. കാലാകെ അസിംഗം മാച്ചമ്മ. അതുകൊണ്ട് ഇതിക്ക് ദൂരെ പോയി കഴിഞ്ഞൂടെ? അടിച്ചാ തന്റെ തലമണ്ട ഞാനും അടിച്ചു പൊട്ടിക്കും. എന്തല്ലയാ? എന്താ വെങ്കടേശ കേട്ടാച്ചി, இந்த കൊലായും അടുക്കളി இந்த മുറ്റും പൂര അസിംഗമാ இருக்குது. நான் இந்த புறாக்களை தொட்ட என் தலை அடிச்சடிச்சிருன்னு சொல்றது. ഇവൾ അത്രയ്ക്കായോ? ആയി. എന്റെ പ്രാവുകളെ ആര് തൊട്ടാലും തൊട്ട ആളിന്റെ കൈ തല്ലി ഒടിക്കും ഞാൻ. അണ്ണാച്ചി ഇவ்வளவு തീവ്ര? വെങ്കടേശ, നീ അകത്ത് പോയി ഒരു പിച്ചാത്തി എടുത്തോണ്ട് വാ, നമുക്ക് രണ്ടും നീളത്തിനങ്ങ് തട്ടാം. ആമയല്ല മുയല്. കത്തി എടുത്തിട്ടിങ് വാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്ന അടി, നീ ഒരു മണ്ടിയ. അല്ലല്ല വെങ്കടേശ, ഈ പ്രാവിനെല്ലാം ഇങ്ങോട്ട് പിടിച്ച് കഴുത്തങ്ങോട്ട് പിരിച്ച് പപ്പ് പൂടൊക്കെ പറിച്ച് കളഞ്ഞ് പലയോട്ട് അങ്ങോട്ട് വെച്ച് കിറ്റിക്കിറ്റാ അങ്ങോട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും മസാലയും മസാലയെല്ലാം പോട്ട് ரொம்ப പ്രമാദം இருக்கும். അല്ല, ഇത് തിളച്ച എണ്ണക്കകത്തോട്ട് അങ്ങോട്ട് ബ്ലിങ്ങിട്ട് ഇളക്കിയ. ഒന്ന് നിർത്തച്ചാ, ഈ പാവം പ്രാവുകളെ പറ്റി എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? അയ്യോ മോളെ, പ്രാവർത്തിക്ക് നല്ല രുചിയാ. പ്രാവർത്തി ഞങ്ങൾക്കും വേണം. വാ എല്ലാവർക്കും ഇറച്ചി തരാം. ദേ അച്ഛാ, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ചീട്ടുകളിയൊന്നും വേണ്ട കേട്ടോ. അതെന്താ, ഈ ഏരിയ ചീട്ടുകളി നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന് പാടത്ത് പോണം, ബ്ലോക്ക് ഓഫീസിൽ പോണം, ഒരു 100 കൂട്ടം ജോലികളുണ്ട്. അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്, നീയാണോ? ഒരു പെണ്ണെ കിടന്ന് പ്രസംഗിക്കാതെ കുറച്ച് അരി കൂടുതലുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണ ഞങ്ങൾ 3-4 പേര് കാണും. കുടിക്കാൻ വെള്ളം പോലും തരില്ല. ഞാൻ തരാം, നിങ്ങൾ പോയി കളിച്ചോ. കാണാം. നിനക്ക് വേറെ ജോലിയില്ലേ? ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കോന്തന്റെ കൂടെ കെട്ടിച്ചയക്കണം. അല്ല വൈദ്യരെ, താൻ എന്നു മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? മനസ്സിലായില്ല. അല്ല, താൻ ചികിത്സിച്ച ഏതോ രോഗിയുടെ ബന്ധുക്കൾ തന്നെ പൊതുരെ തല്ലിന്ന് കേട്ടു. ആരാത് പറഞ്ഞത്? ഒന്ന് കേറിയില്ല, അതിനു മുമ്പ് ന്യൂസ് പിടി തുടങ്ങി. എന്നെ ഒരിക്കലും തല്ലിയിട്ടില്ല. തല്ലി താനിങ്ങനെ വായും പൊളിച്ചിരിക്കാതെ ഒന്ന് പോയി കുളിച്ചേച്ച് പാടോ. ഈ ആള് പോയതിന് ശേഷം ചീട്ടുകളി നടന്നിട്ടില്ല. കൈ ചൊറിയുന്നു കളിക്കാൻ. ഞാൻ വരുന്നു. വേഗം വരണേ, സായിപ്പ് അമ്പലം ഒഴുങ്ങി ഇപ്പൊ എത്തും. കമ്മിറ്റി അംഗങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ അവതരിപ്പിച്ച കണക്കുകളൊക്കെ കീർത്തി വരാം. അല്ല, ആരോ പറയുന്നത് കേട്ടു, നെടുങ്ങാടി കള്ളക്കണക്ക് എഴുതി കാശ് തരുന്നതായിട്ട് ആളുകൾ പരാതി പറഞ്ഞാണ്. ചുമ്മാ. ഓഹോ, അല്ലെങ്കിലും ഈ പദവിയിലിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കാൻ നമ്മുടെ ജനങ്ങൾക്കറിയില്ല. കാരണം ഇന്ത്യക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ നമ്മൾ ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം. സായിപ്പേ, വെടിവെപ്പൊക്കെ എങ്ങനെ നടക്കണു? ഉണ്ട തീർന്നു. ഒരു വെടിക്കുള്ള ഉണ്ട എപ്പോഴും എന്റെ തോക്കി കാണും. ആ ഉണ്ട സ്വന്തം നെഞ്ഞത്തേക്ക് വെച്ച് താങ്ങിക്കോളാം ഞാൻ പറഞ്ഞതാ. ഇന്ത്യക്കാരന്റെ വേറൊരു സ്വഭാവം എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടുക. ബ്രണ്ടൻ സാഹിബ് എപ്പോഴും പറയും, യുവർ ലിബർട്ടി എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ് എന്ന്. എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് നിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ആ മൂക്ക് ഇടികൊണ്ട് ചമ്മന്തിയാവുമെന്ന് കണ്ടപ്പോഴാ സായിപ്പന്മാർ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ബ്രിട്ടീഷുകാർ പോയത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇവിടുത്തെ അധികാര കൊതിയന്മാര് സ്വയം ഭരിച്ചു കൊലയട്ടെന്ന് അവർക്ക് തീരുമാനിച്ചു. അയ്യടാ, പിന്നെ നിന്നിരുന്നെങ്കിൽ അവന്റെയൊക്കെ ശവം ഇവിടുന്ന് പാർസൽ അയക്കേണ്ടി വന്നേ. ഇരിക്കൂ. 40 കൊല്ലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ വന്നിരിക്കുന്ന വിവരക്കേടാ. എന്തോന്നാണോ ഇതൊരുമാതിരി കൊച്ചുമില്ലാതെ പോലെ. സ്വാതന്ത്ര്യ സമരത്തെ അധിക്ഷേപിച്ച സംസാരിക്കാൻ എനിക്ക് സഹിക്കില്ല. 36 കൊല്ലം ബ്രിട്ടീഷുകാർ ഉപ്പും ചോർന്ന് നിന്നുള്ളതാണ്. അവരെ വിമർശിക്കുന്ന എനിക്ക് സഹിക്കില്ല. എന്നാ പിന്നെ താഴെ പോണോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനിരിക്കുന്നു. ഫോട്ടോ എടുത്തച്ചാ, നിങ്ങൾ ചീട്ടിട്ട് എടുത്തച്ചാ. തനിപ്പിടിയല്ലേ? തനിപ്പിടിയല്ലേ? അതെ. ആ, തനിപ്പിടി. പക്ഷെ താൻ ആദ്യം കാശ് കാണിക്കണം. കാശുണ്ട്. കാണിക്കണോ?
അതെന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസല്ലേ? ഇല്ല. അവസാനം കടം പറയാനും അടിപിടി ഉണ്ടാക്കാൻ പറ്റില്ല. അമ്പലം വിഴുങ്ങി. ദേഷ്യം പിടിപ്പിക്കല്ലേ? പൈസ കാണിക്കണോ? ഇത് നല്ല പരിപാടിയാണല്ലോ മനുഷ്യനെ. ഇതുപോലെ ആരെങ്കിലും കള്ളക്കളി കാണിച്ച് പിടിച്ചാൽ 5 മേശ. അതുപോലെ അതിനാരവിടെ കള്ളക്കളി കളിക്കണത്? ഞാൻ തന്നെ. എങ്ങാനും കടം പറയാൻ ശ്രമിച്ചാൽ തന്റെ ഉടുപ്പ് ഉരുടെ വെക്കും. വെങ്കടേശ, ആരും കൈമാറി എടുക്കരുത്. അവനോന് വിളിച്ചതല്ലേ അവനോന് കിട്ടും. വൈദ്യരുടെ വിളി. 14. ഞാനൊരു വിട്ടു. ഞാനും വിട്ടു. എന്നാ ചേച്ചി? എടുത്തോണ്ട് വാ. ഇതാ ഇല്ലേ? തീർന്നു ചേച്ചി. തീർന്ന വാങ്ങിച്ചു വെക്കണ്ടേ വെങ്കടേശ? ഒരു കാര്യം ചെയ്യ്, പോയി വാങ്ങിച്ചോണ്ട് വാ. പോയി പാക്കട്ടോ. പാകം ഒന്നും വേണ്ട. ഇങ്ങനെ ഇളനീരിപ്പില്ലേ? ചേച്ചി വെട്ടി. അവന്റെ കാര്യം മോൾ അറിയരുത്. ഈ ഇളനീര് വെട്ടറാ? വെട്ടറ നല്ലതാ കരുതേ. അത് നൂറ്ററാ? ശരി ഇറക്ക്. എന്തോ ഇറക്കം. ആടുതൻ അവർ പോകണ്ടേ? കാണട്ടെ. കാണണോ? ഓ, അയ്യോ തള്ളിപ്പോയല്ലോ. എന്തേ? ചുമ്മാ. എന്താ വേണ്ടേ? കുപ്പി இல்ல சஞ்சி. എന്തിന്? நம்ம வைத்தியரை வீட்டு போறதுக்கு. സഞ്ചിയോ? ஆமா. സഞ്ചി ഇല്ലാതെ ചെന്നാ വൈദ്യരുടെ വീട്ടിൽ കയറ്റില്ലേ? அப்படி இல்ல, நம்ம அண்ணாச்சிக்கு பயங்கர சுமை. அப்ப வைத்தியரை வீட்டு போய் கஷாயம் வாங்குறதுக்கு. കഷായം സഞ്ചിയിൽ വെച്ചോണ്ട് വരുവോ? அப்படி இல்ல, கஷாயம் குப்பியில வாங்கி குப்பி சஞ்சியில வச்சு வர்றதுக்கு. വേല ഇറക്കല്ലേ വെങ്കടേശ. வேலையா? സ്ഥലം വിട്ടോ. ഏ? സ്ഥലം വിടുന്നതാ തനിക്ക് നല്ലത്. அப்ப அண்ணாச்சி சுமை? ചുമച്ച് വയ്യാതാവുമ്പോ കഷായം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. சரி போதும். ഉം. ம்.